തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ എത്തിച്ച അത്തപ്പതാക തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. ഈ പതാക തൃക്കാക്കര അമ്പലത്തിൽ വെച്ച് കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി. തൃക്കാക്കര അമ്പലത്തിലെ പൂജകൾക്ക് ശേഷം കാക്കനാട് ജംഗ്ഷനിൽ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള പതാക ഉയർത്തി. ചെയർപേഴ്സണ് ഓണപ്പുടവ തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർപേഴ്സൺ കൈമാറിയിരിക്കുന്നു. ആ തൃപ്പൂണിത്തുറയുടെ ഓണാഘോഷം ഇന്ന് കഴിഞ്ഞ് പതാക ഇറക്കിയിട്ടാണ് നമ്മൾ തൃക്കാക്കരയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. നമ്മളിന്ന് ഈ പതാക കൊണ്ടുപോയി തൃക്കാക്കര അമ്പലത്തിൻ്റെ അവിടെ ചെല്ലുമ്പോൾ കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ അവിടെ ഉണ്ടാവും. അവരിത് സ്വീകരിച്ച് തൃക്കാക്കര അമ്പലത്തിൽ കൊടുത്ത് അമ്പലത്തിൽ നിന്ന് പൂജിച്ച് തിരിച്ച് ഞങ്ങളെ ഏൽപ്പിക്കും. ഞങ്ങളത് കൊണ്ടുവന്ന് കാക്കനാട് കളക്ടറേറ്റിന് ജംഗ്ഷനിലുള്ള കൊടിമരത്തിൽ പതാക കയറ്റുകയാണ് പതിവ്. തൃക്കാക്കരപ്പൻ എന്ന് പറയുന്നത് തന്നെ തൃക്കാക്കരയാണ്. നമ്മുടെ ആകെയുള്ള ഒരേ ഒരു വാമനമൂർത്തിയുടെ അമ്പലമാണ് തൃക്കാക്കര. പക്ഷേ ഇത്തവണ നമ്മളെപ്പോലുള്ള നമ്മുടെ സഹോദരങ്ങൾ വയനാട്ടിലെ ദുരന്തത്തിൽ അപകടത്തിൽ എല്ലാവരും മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഓണാഘോഷം പരിപാടി തന്നെ വേണ്ടാന്ന് വെച്ച് ഇത് നമ്മുടെ ആചാരത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഈ ചടങ്ങ് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് മനുഷ്യനാണ് എന്നുള്ള ഒരു ബോധത്തോടുകൂടി തമ്മിൽ സ്നേഹിക്കാനും സാഹോദര്യം ഊട്ടിയുറപ്പിക്കാനും എല്ലാവർക്കും കഴിയട്ടെ. ഓണാഘോഷം ആരംഭിക്കുന്നത് തൃപ്പൂണിത്തുറയിലെ അത്താഘോഷത്തോടു കൂടിയാണ്. അത്തം നാളിന്റെ തലേ ദിവസം ഈ വർഷം 5-ാം തീയതി സെപ്റ്റംബർ 5-ാം തീയതി തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസ് മ്യൂസിയം അംഗത്തിൽ മുതിർന്ന രാജകുടുംബാംഗമായ സുഭദ്ര തമ്പുരാനിൽ നിന്നും പതാക ഏറ്റുവാങ്ങി അത്താഘോഷത്തിന് തുടക്കം കുറിക്കുന്നു. എല്ലാ വർഷവും മുതിർന്ന രാജകുടുംബാംഗത്തിൽ നിന്ന് പതാക ഏറ്റുവാങ്ങിയാണ് നമ്മുടെ ആഘോഷത്തിന് തുടക്കം കുറിക്കുന്നത്. ആ ഏറ്റുവാങ്ങുന്ന പതാക ബോയ്സ് ഹൈസ്കൂളിലുള്ള നമ്മുടെ അത്തം നഗറിൽ അത്തം ദിവസം ഉയർത്തുന്നതോടുകൂടി അത്താഘോഷ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുകയാണ്. ആ അത്താഘോഷ ചടങ്ങിൽ വർണ്ണശബളമായ ഘോഷയാത്രയാണ്, ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയുള്ള വർണ്ണശബളമായ ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനമായ ഘടകമായിട്ടുള്ളത്. അതിനുശേഷം ഘോഷയാത്രയെ തുടർന്ന് പൂക്കള മത്സരമുണ്ടാവും. ആ പൂക്കള മത്സരത്തിന് ധാരാളം ആളുകൾ പൂക്കളം കാണാൻ എത്തിച്ചേരാറുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഓണം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒത്തുചേരലുകളുടെയും ഒരു ദിനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ രണ്ട് നഗരസഭകൾ തമ്മിലുള്ള ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന, രണ്ട് പ്രദേശങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന ഒരു ചടങ്ങായി തീരട്ടെ ഈ ചടങ്ങ്